നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക. എന്താ അച്ഛാ? വേഗം പോയി റെഡിയായി വന്നോളൂ. തൊഴാൻ പോണ്ടേ നമുക്ക്? ശരി അച്ഛാ. അമ്മേ 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 എണീക്ക്. എന്താ? എന്താ? എഴുന്നേക്ക്. എന്താടാ? ദേ ബാത്റൂമില്. ഇത് ശിവപ്രിയയുടെ കയ്യിരുന്ന ശിവരൂപല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? എങ്ങനെ കിട്ടിയാലും വേണ്ടില്ല, എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് തരണം എനിക്ക്. നിങ്ങളിങ്ങനെ ധൃതി പിടിക്കല്ലേ. ഇത് അവളുടെ കയ്യിലിരുന്നതല്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റാ. രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാ, കാഴ്ചയിൽ മാത്രം. അത് ശരി. അല്ല, ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ ഞങ്ങൾക്ക് തരുന്നേ? നിങ്ങൾ ആദ്യം ശിവപ്രിയയുടെ കയ്യിലിരിക്കുന്ന യഥാർത്ഥ രൂപം കൈക്കലാക്കണം. എന്നിട്ട് ഇത് അതിന്റെ സ്ഥാനത്ത് വെക്കണം. അപ്പോ തിരുമേനിക്കും മോൾക്കും സംശയം തോന്നില്ല. അവരുടെ മുമ്പിൽ നിങ്ങൾ കള്ളന്മാരാവുകയില്ല. അത് കൊള്ളാലോ, നല്ല ബുദ്ധിയാ. ആ കൊച്ചിന്റെ കണ്ണ് വെട്ടിച്ച് ഇത് വെച്ചു മാറുന്നതാ പാട്. ഊണിലും ഉറക്കത്തിലും അത് കയ്യിന്ന് താഴെ വെക്കാതെ കൊണ്ടു നടക്കുക. അതൊക്കെ നിങ്ങളുടെ മിടുക്കോലിരിക്കും. ദേ, എത്രയും വേഗം ആ ശിവരൂപം എന്റെ കയ്യിൽ ഏൽപ്പിച്ചേ മതിയാവൂ. പറഞ്ഞ കാശ് എന്നാലേ കിട്ടൂ. അത് ഞാൻ ഏറ്റു. വാമോനെ.
എന്താ എന്തു പറ്റി? ദേ, ഇവിടെ തീ. തീയോ? എവിടെ? ദേ, ഇവിടെ എന്റെ കയ്യപ്പ് പൊള്ളിയനെ. അതെ, അർഹതയില്ലാത്തതിൽ തൊട്ട് കഴിഞ്ഞാ കൈ പൊള്ളിയെന്നൊക്കെ ഇരിക്കും. ഉഴുന്നുവട മോഷ്ടിക്കുന്ന പോലെ ഇനി എന്റെ കുഞ്ഞിന്റെ ശിവരൂപവും മോഷ്ടിക്കാനാണോ അമ്മയുടെ മോന്റെ ഉദ്ദേശം? അത് ശരി, നിങ്ങൾ കൊച്ചു വെളുപ്പാൻ കാലത്തെ എന്നെയും കൊച്ചിനെ ആക്ഷേപിക്കാണോ? ഞങ്ങൾ എന്തിനിത് കക്കുന്നേ? ബാഗ് എടുക്കാൻ നോക്കിയപ്പോ അറിയാവുന്ന കൈ തട്ടിയതാ. അറിഞ്ഞോ അറിയാതെയോ അതിലാവശ്യമില്ലാത്തവർ തൊടണ്ട. എന്റെ കുഞ്ഞ് ജീവനെ പോലെ കൊണ്ടുനടക്കുന്ന ശിവരൂപം അത് മറ്റുള്ളവർ തൊട്ട് രസിക്കേണ്ട ആവശ്യമില്ല. ഓ, നിങ്ങളും നിങ്ങളുടെ ഒരു കുഞ്ഞും അവളുടെ ഒരു ശിവരൂപവും. ബാക്കിയുള്ളവരാരും മനുഷ്യരല്ലല്ലോ. നീ അമ്മേ ദേവി, അതെ, രണ്ടും ഒന്നാ. ദേവൂട്ടിയും രണ്ടും ഒന്നാ. എന്റെ ഭഗവതി, എന്നെ പറ്റിച്ചതാ. രണ്ടുപേരും ഒന്നു തന്നെയാ. അതെ, രണ്ടുപേരും ഒന്നാ. എന്നെ പറ്റിച്ചതാ. ശരിയാ മോനെ. മുത്തശ്ശി സങ്കടപ്പെടണ്ട, ഡോക്ടർ വന്നല്ലോ. ഹലോ സർ. ആ ഡോക്ടർ, ശരിയാ. അതെ, ഇന്നലെ രാത്രി മുതലാ സ്ത്രീകളെ ഇങ്ങനെ അബ്നോർമലായി പെരുമാറാൻ തുടങ്ങിയത്. സന്ദീപ് എല്ലാം എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഇന്നലെ ഇങ്ങനെ സംഭവിക്കും മുമ്പ് മാഡത്തിന് മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നു തന്നെയാ. എന്നാലും ഇവന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച് ആളല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഓ, അത് ശരി. ഒന്ന് തന്നെയാ. ഇതൊക്കെ എന്തിനാ വെക്കുന്നേ? എനിക്കൊന്നുമില്ല. തമ്മിയിട്ട് ഇത് എന്തുവാ?